Hello and welcome to Mama and Sons Company. Today is 27th December. ഇന്നത്തെ വൊക്കാബുലറിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം വൈവിധ്യവൽക്കരണം എന്നുള്ളതാണ്. അതായത് ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ മറ്റു പല കാര്യങ്ങളിലേക്കും അവരുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സർവീസസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാർക്കറ്റുകളിലേക്ക്, പല സ്ഥലങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്ട്സ് എത്തിക്കുക. അതൊരു ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിന് പറയുന്ന വാക്കാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത്. എക്സാമ്പിൾ പറഞ്ഞാൽ, പ്രാഡ എന്ന കമ്പനി ബാഗ് ഉണ്ടാക്കുന്നുണ്ട്, ക്ലോത്ത്സ് ഉണ്ടാക്കുന്നുണ്ട്, പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്, സ്പെക്ടക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ വി-ഗാർഡ് എന്ന് പറയുന്ന കമ്പനി, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്റ്റെബിലൈസർ മാത്രമേ കേട്ടിട്ടുള്ളായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഇറക്കുന്നില്ലേ. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ. ഈ IELTS എക്സാമിനൊക്കെ ഒത്തിരി കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ അടുത്ത് നല്ല സക്സസ്ഫുള്ളായിട്ട് വന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയാമോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് സ്പീക്കിങ്ങിൽ ഒക്കെ ഈ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിച്ച് സംസാരിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്ന് 2 സെൻറ്റൻസുകളാണ് ഡൈവേഴ്സിഫിക്കേഷനും കൊണ്ട് പറയാൻ പോകുന്നത്. First sentence. To stay competitive in the global market, the company decided to pursue diversification by launching a line of eco-friendly products. Eco-friendly products മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ട് കമ്പനി ഗ്ലോബൽ മാർക്കറ്റിലെ കോമ്പറ്റീഷനെ നേരിടാനായിട്ട് ഇറങ്ങി തിരിച്ചു എന്ന്. അപ്പോൾ അവരെങ്ങനെയാണ് അത് ഇറക്കി തിരിച്ചത്? ബൈ പെർസ്യൂയിങ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള സ്ട്രാറ്റജിയാണ് അവരവിടെ കൊണ്ടുവന്നത്. അത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്. മറ്റൊരു സെൻറ്റൻസ് കൂടെ കേട്ട് നോക്കാം. ഇൻവെസ്റ്റേഴ്സ് ഓഫൺ എംഫസൈസ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ദെയർ പോർട്ട്ഫോളിയോസ് ടു സേഫ് ഗാർഡ് അഗൈൻസ്റ്റ് മാർക്കറ്റ് വോളറ്റിലിറ്റി ആൻഡ് എൻഷുർ സേഫ് റിട്ടേൺസ്. നല്ല റിട്ടേൺ വരുന്നതിനും അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ചാഞ്ചാട്ടത്തിനെയും ഫേസ് ചെയ്യാനായിട്ട് കമ്പനീസ് അവരുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഡൈവേഴ്സിഫിക്കേഷൻ ഉൾപ്പെടുത്തും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വേർഡ്. ഇതൊരു ഇച്ചിരി ടഫായിരുന്നു, എങ്കിലും സാരമില്ല, എഴുതി വെച്ചാൽ മതി, ഓർമ്മയിൽ വരട്ടെ. എന്നും വായിച്ചു നോക്കുക നമ്മൾ പഠിക്കുന്ന വാക്കുകൾ. മമ്മ ആൻഡ് സൺസ് കമ്പനിയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. ബൈ.